നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. തോറ്റ വിഷയങ്ങൾ ഇനി എഴുതിയാൽ ജയിക്കുമോ? ഒരുപാട് രക്ഷകർത്താക്കളും കുട്ടികളും ആശങ്കപ്പെടുന്ന, നിരാശയോടുകൂടി ചോദിക്കുന്ന ചോദ്യമാണ്. കാരണം പല രക്ഷകർത്താക്കളും പറയും, നിങ്ങൾ 10ാം ക്ലാസ് പ്ലസ് ടു ഒരു വട്ടം തോറ്റു, ആ പോട്ടെ, സേ എഴുതി വീണ്ടും തോറ്റുമോ, ഇനിയും എഴുതണ്ട, നിങ്ങൾ എഴുതിയ കിട്ടത്തില്ല എന്ന് രക്ഷകർത്താക്കളും അധ്യാപകരും ഒക്കെ പറയുമ്പോൾ നിരാശയാണ് പല കുട്ടികൾക്കും. ഒരു 50% രക്ഷകർത്താക്കളേ ഉള്ളൂ അതിനൊന്ന് സപ്പോർട്ട് ചെയ്ത് ഇന്ന് എഴുതി നോക്കണം. പക്ഷേ 100% ഞാൻ പറയും, 100 അല്ല 101% ഉറപ്പിച്ചോണം, നിങ്ങൾ എഴുതിയിരിക്കണം. കാരണം വേറെ ഒന്നുമല്ല, ഹയർ സെക്കൻഡറി പ്ലസ് ടു എന്ന് പറയുന്നതിൻ്റെ അത്രയും വാല്യൂ വേറൊരു സർട്ടിഫിക്കറ്റിനും ഈ തത്തുല്യമായ പല കോഴ്സുകളും പ്ലസ് ടുവിനോട് ചേർന്ന് കാണും. പല കുട്ടികളും അത് ചോദിക്കുന്നുണ്ട്, അത് നല്ലതല്ല, ഇത് നല്ല. എന്തായാലും ഹയർ സെക്കൻഡറിയോടൊപ്പം വേറൊരു കോഴ്സ് നിൽക്കത്തില്ല, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റേ വരത്തുള്ളൂ. അതിൻ്റെ ഒരു വാല്യൂ വളരെ ഇമ്പോർട്ടൻ്റാണ്. നിങ്ങൾ ഭാവിയിൽ ഒരു ജോബിൻ്റെ ഒരു പൊസിഷനിലേക്ക് മണ്ടക്കോട്ട് കയറുമ്പോഴൊക്കെ ഹയർ സെക്കൻഡറി മുതലുള്ളതാണ് നോക്കുന്നത്. 10ാം ക്ലാസ് ഈ കാലത്ത് പ്ലസ് ടുവിൻ്റെ അഡ്മിഷന് വേണ്ടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഹയർ സെക്കൻഡറി എഴുതിയെടുക്കണം. അതിനിപ്പം നിങ്ങളൊരു ചെറിയ കോഴ്സ് എടുത്ത് പഠിച്ചാലും അടുത്ത 2025 മാർച്ചിൽ നിങ്ങൾ 100% എഴുതിയെടുക്കേണ്ടതാണ് പ്ലസ് ടു. അതൊരിക്കലും കൈവിടരുത്. പല കുട്ടികളും വേർതിരിഞ്ഞ് പോളിടെക്നിക്കിന് പോകും. ഇതൊക്കെ ഇക്കാലത്ത് ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ടുള്ള സമയത്ത് നമുക്ക് വേണ്ട ഡിഗ്രികൾ, പ്ലസ് ടു പോലുള്ള മെയിനായിട്ടുള്ള ഡിഗ്രികളൊന്നും നമ്മൾ ഒരിക്കലും മാറ്റിക്കളയരുത്. കാരണം ഹയർ സെക്കൻഡറിയുടെ വാല്യൂ ഉള്ളതാണ്. അതിന് പകരം 6 മാസത്തെ കോഴ്സ് എടുത്ത് പഠിച്ചാൽ, 3 മാസത്തെ കോഴ്സ് എടുത്ത് പഠിച്ചാൽ പ്ലസ് ടു കിട്ടും എന്നൊക്കെ പറയുന്നതിനോടൊന്നും നമുക്ക് യോജിക്കാനൊരു അധ്യാപന രീതി യോജിക്കാനേ പറ്റത്തില്ല. ഗവൺമെൻറ് നടത്തുന്ന ഹയർ സെക്കൻഡറി ബോർഡ് എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്യണം. അതിനകത്ത് ആര് പറയുന്നത് നിങ്ങൾ ചെയ്യരുത്. കൃത്യമായിട്ടും പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ജയിക്കാം. ഒരു ദിവസം ഞാൻ എപ്പോഴും പറയുന്നത്, ഒരു ദിവസം 1 മണിക്കൂർ നിങ്ങൾക്ക് പഠിക്കാൻ മനസ്സുണ്ടെങ്കിൽ 4 വിഷയം പോയിട്ടുള്ളവർക്കും 5 വിഷയം പോയിട്ടുള്ളവർക്കും 3 വിഷയം പോയിട്ടുള്ളവർ ആർക്കും ഈസി ആയിട്ട് ജയിക്കാം. അത് നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പം നിങ്ങൾ ഓൺലൈൻ ബാച്ചസ് നിങ്ങൾക്ക് ചേരാം. വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് ഈസി ആയിട്ട് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് മാത്രം, അല്ലാതെ ഫുള്ളും കവർ ചെയ്യുമല്ല. അതിൻ്റെ വീഡിയോസും സിമ്പിളായിട്ടുള്ള നോട്ട്സും മാത്രം പഠിച്ചാൽ മതി. അത് സയൻസുകാരോ ഹ്യൂമാനിറ്റീസുകാരോ കൊമേഴ്സുകാരോ ആരും ആയിക്കോട്ടെ, ഏത് വിഷയം ആയിക്കോട്ടെ, പ്ലസ് 1 പ്ലസ് 2 ഏത് വിഷയം ആയിക്കോട്ടെ, നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ചേരുകയും ചെയ്യും. എല്ലാ ദിവസവും പുത്തൻ ബാച്ചസ് ഉണ്ട്. പല രക്ഷകർത്താക്കളും കുട്ടികളും ചോദിക്കാറുണ്ട്, ബാച്ചസ് തീർന്നിട്ടുണ്ടോ? ഇല്ല, എല്ലാ ദിവസവും പുത്തൻ ബാച്ചസ് ഉണ്ട്, നിങ്ങൾക്ക് ചേരാം. പക്ഷേ നിങ്ങൾ കൃത്യമായിട്ട് വോയിസ് മെസ്സേജ് അല്ല, നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സപ്പ് നമ്പർ, ഏതൊക്കെ സബ്ജക്ട്സ് ആണെന്ന് കൃത്യമായിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് കൃത്യമായിട്ട് റിപ്ലൈ കിട്ടും. തോൽക്കും ഇനി ഞങ്ങളിതിനോട് ശ്രമിക്കത്തില്ല എന്ന് പറയത്തില്ല. ശ്രമമാണ് നമ്മുടെ ജീവിതത്തിലെ മാറ്റിമറിക്കുന്നത്. നിങ്ങളുടെ ചിലപ്പോൾ ഈ പ്ലസ് ടു നിങ്ങൾ 2025 പാസ്സാകുന്ന പോലെ ആയിരിക്കും നമ്മുടെ ഭാവി തന്നെ ചിലപ്പോൾ മാറുന്നത്. എന്തായാലും വിജയം ഉറപ്പിച്ച് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. നെവർ എവർ ഗിവ് അപ്പ്.